അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അർത്ഥവും ആശയവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചാനലാണ് ഇത്. അള്ളാഹുവിൻ്റെ പ്രവാചകന് അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിൻ്റെ തനതായ രൂപത്തിൽ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുക, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 176-ാമത്തെ വചനം മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد. ذلك അത് بأن الله نزل الكتاب بالحق, അള്ളാഹു പരിശുദ്ധ ഖുർആനെ സത്യസമേതം ഇറക്കിയത് കൊണ്ടാണ്. വൈനല്ലദീന ഇഖ്തലഫൂ ഫിൽ കിതാബി, ഈ കിതാബിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ, അല്ലെ തർക്കിച്ചവർ, ലഫീ ഷിക്കാക്കിൻ ബഈദ്, വിദൂരമായ സ്പർദ്ധയിലാണ്, കലഹത്തിലാണ്. അത് തീർച്ചയായും അള്ളാഹു വേദഗ്രന്ഥത്തെ സത്യസമേതം ഇറക്കിയത് കൊണ്ടാകുന്നു. ഗ്രന്ഥത്തിൽ ഭിന്നിച്ചവർ വിദൂരമായ സ്പർദ്ധയിൽ തന്നെയാണ്. ലൈസൽ ബിർറ അൻ തുവല്ലൂ വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين بالبأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. ليس البر أن تولوا وجوهكم, നിങ്ങളുടെ മുഖം തിരിക്കലിലല്ല ഗുണം കിടക്കുന്നത്. കിബലൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ. വലാകിന്നൽ ബിർറ, പക്ഷേ പുണ്യകരമായ കാര്യം, മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിച്ചത് കൊണ്ട്, വൽ യൗമിൽ ആഖിർ, അവസാന നാൾ കൊണ്ട് വിശ്വസിക്കുന്നതിലും, വൽ മലായികതി, മലക്കുകളിലും, വൽ കിതാബി, കിതാബുകളിൽ വിശ്വസിക്കുന്നതിലും, വൻ നബിയ്യീന, നബിമാരിൽ വിശ്വസിക്കുന്നതിലും, ആത്തൽ മാല, ധനത്തെ കൊടുക്കുന്നതിനും, അലാ ഹുബ്ബിഹി, അതിനോട് ഇഷ്ടമുള്ളതോടുകൂടി, ദവിൽ ഖുർബ, അടുത്തവർക്ക് കൊടുക്കുക, വൽ യതാമ, അനാഥർക്കും, വൽ മസാക്കീൻ, അഗതികൾക്കും, വബിനസ് സബീൽ, യാത്രക്കാർക്കും, വസ്സായിലീന, ചോദിക്കുന്നവർക്കും അഥവാ യാചകർക്കും, വഫിർ റിഖാബ്, അടിമകളെ മോചിപ്പിക്കുന്നതിനും, വഅഖാമ സ്വലാത്ത, നിസ്കാരം നിലനിർത്തുകയും, വആത സകാത്ത, സകാത്ത് കൊടുക്കുകയും, വൽ മൂഫൂന ബിഅഹ്ദിഹിം, കരാറ് പാലിക്കുകയും, ഇദാ ആഹദു, കരാറ് ചെയ്താൽ, വസ്വാബിരീന, ക്ഷമിക്കുന്നവരും, ഫിൽ ബഅസാഇ വദ്ദറാഇ, ബുദ്ധിമുട്ടിൻ്റെയും അല്ലെങ്കിൽ യുദ്ധഘട്ടത്തിലും
രോഗാവസ്ഥയിലും വഹീനൽ ബഅസ് പ്രയാസഘട്ടത്തിലും ഉലായിക്കല്ലദീന സദഖു അക്കൂട്ടരാണ് സത്യവാന്മാരെ വഉലായിക ഹുമുൽ മുത്തഖൂൻ അവർ തന്നെയാണ് സൂക്ഷിച്ച് ജീവിക്കുന്നവർ. നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുന്നതല്ല പുണ്യം. പക്ഷെ അല്ലാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നവരും സമ്പത്തിനോട് ഇഷ്ടമുണ്ടായിരിക്കെ തന്നെ ബന്ധുക്കൾ, അനാഥർ, അഗതികൾ, യാത്രക്കാർ, യാചകന്മാർ എന്നിവർക്കും അടിമകളെ മോചിപ്പിക്കുന്നതിനും ധനം കൊടുക്കുകയും നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവരും കരാർ ചെയ്താൽ അത് നിറവേറ്റുന്നവരും ദരിദ്രാവസ്ഥയിലും രോഗാവസ്ഥയിലും യുദ്ധാവസ്ഥയിലും ക്ഷമ കൈക്കൊള്ളുന്നവരുമാകുന്നു പുണ്യവാന്മാർ. അവർ സത്യം പാലിച്ചവരാണ്. അവർ തന്നെയാണ് ഭയഭക്തിയോടെ ജീവിക്കുന്നവരും. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ബിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ വമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ് വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ ദാലിക തഖ്ഫീഫുൻ മിൻ റബ്ബിക്കും വറഹ്മ فمن اهتدى بعد ذلك فله عذاب أليم. يا أيها الذين آمنوا സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുൽ ഖിസാസ് നിങ്ങളുടെ മേലെ പ്രതികാരം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ബിൽ ഖത്ല കൊല്ലപ്പെട്ടവന്റെ കാര്യത്തിൽ. അൽ ഹുർറു ബിൽ ഹുർരി സ്വതന്ത്രനെ കൊണ്ട്, വൽ അബ്ദു ബിൽ അബ്ദി അടിമയെ കൊണ്ട്, വൽ ഉൻസാ ബിൽ ഉൻസാ സ്ത്രീയെ കൊണ്ട്. ഫമൻ ഉഫിയ ലഹു ആരെങ്കിലും മാപ്പ് ചെയ്തു കൊടുത്താൽ, മിൻ അഖീഹി തന്റെ സഹോദരന് ശൈഉൻ എന്തെങ്കിലും ഒരു കാര്യം, ഫത്തിബാഉൻ ബിൽ മഅറൂഫ് അപ്പോൾ നല്ലത് കൊണ്ട് പിൻപറ്റുക, വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ സൽക്കർമ്മമായത് അവരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കലും. ദാലിക തഖ്ഫീഫുൻ മിൻ റബ്ബിക്കും അത് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു ലഘുവാക്കലാണ്, വറഹ്മത്തുൻ ഒരു കാരുണ്യവുമാണ്. ഫമൻ ഇഹ്തദാ ബഅദ ദാലിക ആരെങ്കിലും അതിനുശേഷം അതിക്രമം കാണിച്ചാൽ ഫലഹു അദാബുൻ അലീം അവന് കഠിനമായ ശിക്ഷയുണ്ട്. സത്യവിശ്വാസികളെ, കൊല്ലപ്പെട്ടവരെ സംബന്ധിച്ച് സ്വതന്ത്രന് സ്വതന്ത്രൻ, അടിമയ്ക്ക് അടിമ, സ്ത്രീക്ക് സ്ത്രീ എന്നീ പ്രകാരം നിങ്ങൾക്ക് പ്രതിക്രിയ വിധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആർക്കെങ്കിലും തന്റെ സഹോദരനിൽ നിന്നും വല്ലതും മാപ്പ് ചെയ്യപ്പെട്ടാൽ മര്യാദ പാലിച്ച് അതിനെ പിൻപറ്റുകയും നല്ല നിലയിൽ അവന് കൊടുത്തു വീട്ടുകയും വേണം. അത് നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു ലഘൂകരണവും അനുഗ്രഹവുമാകുന്നു. എന്നാൽ അതിനുശേഷം ആരെങ്കിലും അതിക്രമം കാണിച്ചാൽ അവന് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. അലക്കും ബിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ വലക്കും നിങ്ങൾക്കുണ്ട് ഫിൽ ഖിസാസ് പ്രതികാരത്തിന്റെ കാര്യത്തിൽ ഹയാത്തുൻ ജീവിതമാണുള്ളത്, യാ ഉലിൽ അൽബാബ് ബുദ്ധിയുള്ളവരെ, ലഅല്ലക്കും തത്തഖൂൻ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി. ബുദ്ധിയുള്ളവരെ പ്രതിക്രിയ ചെയ്യുന്നതിലാണ് നിങ്ങളുടെ ജീവിതം നിലകൊള്ളുന്നത്, നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ഇതോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അള്ളാഹു പരിശുദ്ധ ഖുർആനെ നല്ല രീതിയിൽ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങൾ നമ്മെ ഉൾപ്പെടുത്തട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഭൗതികവും ആത്മീയവുമായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ആത്മീയമായ ഉന്നതിക്ക് വേണ്ടി നാം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ദിക്റുകൾ, സ്വലാത്തുകൾ,
മഹാന്മാരുടെ സാമീപ്യം, പ്രമുഖരായ ഉസ്താദുമാരുടെ ആ മതപ്രഭാഷണങ്ങൾ മുതലായവ കേൾക്കാറുണ്ട്. എന്നാൽ ഭൗതികമായ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, കലഹങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, മക്കൾ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, തൊഴിലിലും കച്ചവടത്തിലുമുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ഞെരുക്കവും വിദേശയാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വസ്തു, വീട് മുതലായവയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങി, വിവാഹം നടക്കാത്ത പ്രശ്നങ്ങൾ തുടങ്ങി പലജാതി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇതിന് ഏറ്റവും നല്ല പ്രതിവിധിയാണ് ബാബിലോണിയൻ ത്വൽസമാത്ത് രീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് വളരെ ഫലപ്രദവും ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ പര്യാപ്തവുമാണ് എന്നതുകൊണ്ട് ഇത്തരം പ്രശ്ന പ്രതിവിധി ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ ഇൻഷാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന രീതിയിലുള്ള പ്രതിവിധി നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. അത്യാവശ്യമുള്ളവർ മാത്രം കാണാൻ വന്നാൽ മതിയാകും എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും അള്ളാഹു നന്മകൾ മാത്രം വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.